അതായത് പൗലോസിന്റെ ഭക്തൻ അല്ലെങ്കിൽ പൗലോസിന്റെ ഏറ്റവും വലിയ ഫാൻ ആയിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ ലൂക്കോസ്, പൗലോസ് ഗലാത്യ സഭയ്ക്ക്, കൊരിന്ത്യ സഭയ്ക്ക്, റോമാലേഖനം ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നതായ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും അറിവുള്ള ഒരാളായിരിക്കുമല്ലോ. ആ ലൂക്കോസ് വന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അടിയറവ് വെച്ചതായ ഒരു സീന് ഇതിനകത്ത് കൂട്ടിച്ചേർത്തത്, അല്ലെങ്കിൽ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും, കൂട്ടിച്ചേർത്തെന്ന് പറയാൻ പറ്റത്തില്ല, രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പൗലോസിനിട്ടൊരു താങ്ങായി പോയില്ലേ? എന്ന് വെച്ചാൽ പൗലോസിന്റെ വിജാതി നാടുകളിലുള്ള പ്രവർത്തനത്തിന് അപ്പോസ്തലന്മാർ എതിരല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ലൂക്കോസ് എഴുതിയത്. അതിനകത്ത് പറ്റിയൊരു അബദ്ധം പൗലോസിന്റെ ലേഖനങ്ങളിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് യഹൂദൻ ന്യായപ്രമാണം അനുസരിച്ച് പൊക്കോട്ടെ, അവർക്ക് ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ട്, നിങ്ങളായ പുതിയ ആളുകൾക്ക് വേണ്ടെന്നല്ല. പൗലോസിനെ രക്ഷിച്ചെടുത്തു ലൂക്കോസ്. എങ്ങനെ രക്ഷിച്ചെടുത്തു? പൗലോസിനോട് എതിർപ്പില്ല എന്ന് എഴുതി വെച്ചു. പക്ഷെ പൗലോസിന്റെ തിയോളജി രക്ഷിക്കാൻ പറ്റിയില്ല. കാരണം ലൂക്കോസ് അത് വിട്ടാണ് എഴുതിയത്. ജൂതനല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ക്രിസ്ത്യാനി ഉണ്ടാവുക? അത് പോളാണ്. പോളില്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. ജീസസിന്റെ അഭിപ്രായ പ്രകാരമാണ് നടക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി എങ്ങനെ മുന്നോട്ട് പോകും? സ്ഥാപിച്ചു എന്ന് പറയുന്നത് ജീസസിനെ നടുവിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ജീസസ് പറഞ്ഞോണോ അല്ലല്ലോ ക്രിസ്ത്യാനിറ്റി പോകുന്നത്. പിൽക്കാലഘട്ടത്തിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ യേശുവിനെ ദൈവമാക്കുന്ന അവസ്ഥ വന്നു. ഇത് യേശുവിന്റെ ശത്രുവായ, യേശുവിന്റെ മതത്തിന്റെ ശത്രുവായ ഒരു വ്യക്തി, പൗലോസ് എന്ന വ്യക്തി യേശുവിന്റെ മതത്തിലേക്ക് കയറി കൂടുകയും അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഈ മതത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത് അതിനുശേഷം മെല്ലെ മെല്ലെ അദ്ദേഹം അടിസ്ഥാന ആശയങ്ങളിൽ മാറ്റം വരുത്തി. അതിങ്ങനെ പോയി AD 325 ആയപ്പോഴേക്ക് യേശു തന്നെയാണ് ദൈവം എന്നുള്ള സങ്കല്പമുണ്ടായി. അത് AD 371 ആയപ്പോഴേക്ക് ഈ ദൈവത്തിൽ 3 പേരുണ്ട് എന്ന സങ്കല്പം ഉണ്ടായി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 കൂട്ടരും കൂടിയതാണ് ദൈവം എന്നുള്ള സങ്കല്പം ഉണ്ടായി. ബൈബിൾ സത്യത്തിൽ തെറ്റില്ലാത്ത ഗ്രന്ഥമാണ്. കാരണം അത് ദൈവനിവേശിതമായി മനുഷ്യർക്ക് നൽകപ്പെട്ടതാണ്. എന്നാൽ ബൈബിൾ തെറ്റില്ലാത്തതാണ് എന്ന് അംഗീകരിച്ചാൽ അതിൻ്റെ ഉള്ളടക്കം സത്യമാണ് എന്ന് വിശ്വസിക്കുവാനുള്ള ഒരു ബാധ്യത മനുഷ്യർക്ക് ഉണ്ടാകും. എന്നാൽ ദൈവമുണ്ട് എന്ന് യുക്തിവാദികൾക്കോ ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമായതാണ് യേശുക്രിസ്തു എന്ന് മുസ്ലിമുകൾക്കോ വിശ്വസിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ പലതരത്തിലും ബൈബിളിൻ്റെ ആധികാരികതയെ ആക്രമിക്കുന്നത്. ബൈബിളിൽ ദൈവം തൻ്റെ വചനത്തിൻ്റെ ചരിത്രപരമായ പൂർത്തീകരണ വ്യാഖ്യാനങ്ങൾ പൗലോസിന് ലഭിച്ച ഗ്രന്ഥങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. അതിനാൽ പൗലോസിനെ ആക്രമിച്ച് ബൈബിൾ സത്യങ്ങളെ തമസ്കരിക്കുവാനാണ് ഇന്ന് വിമർശകരുടെ പരിശ്രമം. അവർ ബൈബിളിനെ ആക്രമിക്കുന്നതിന് കാരണം ബൈബിളിന് പകരം മറ്റൊന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ അവരുടെ ഗ്രന്ഥങ്ങളും വിമർശനവും ബൈബിളിനെ ആശ്രയിച്ചും എതിർത്തും നിൽക്കുന്നവ മാത്രമാണ്. ബൈബിളിലെ ദൈവിക സത്യത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏകവും പ്രത്യക്ഷവുമായ പ്രശ്നം. വിമർശകരുടെ എല്ലാ എതിർപ്പുകൾക്കും കാരണം അവർ ബൈബിളിൻ്റെ സ്വഭാവവും പ്രത്യേകതകളും ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് വ്യക്തമാണ്. അതിനാൽ ബൈബിൾ മാത്രം എന്തുകൊണ്ടാണ് തെറ്റില്ലാത്ത ഗ്രന്ഥമായിരിക്കുന്നത് എന്നുള്ളതിൻ്റെ താത്വികവും ദൈവശാസ്ത്രപരവുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അല്പമായിട്ട് പരിശോധിക്കാം. അത് അവർക്ക് വളരെ പ്രയോജനം ചെയ്യും. ബൈബിളിൻ്റെ തെറ്റില്ലായ്മ ഏറ്റവും പ്രധാന ക്രിസ്തീയ ഉപദേശങ്ങളിൽ ഒന്നാണ്. പ്രസക്തമായ എല്ലാ വസ്തുതകളും പരിഗണിക്കുകയും സത്യസന്ധമായി ബൈബിളിനെ വ്യാഖ്യാനിക്കുകയും ചെയ്താൽ ബൈബിളിലെ മൂലപ്രതികളിലും ഇന്ന് ലഭ്യമായ വിശ്വസ്തമായ കോപ്പികളിലും പരിഭാഷകളിലും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ശരിയാണെന്നും യാതൊരു തെറ്റുമില്ലാത്തതാണെന്നുമുള്ള ചിന്തയാണ് ബൈബിളിൻ്റെ തെറ്റില്ലായ്മ. ദൈവം കൊടുത്ത രൂപത്തിൽ ബൈബിളിൽ തെറ്റില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ബൈബിളിലെ സന്ദേശങ്ങളും ഉപദേശങ്ങളും മാത്രമല്ല, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റില്ലാത്തതാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
ബൈബിളിലെ തത്വങ്ങളെല്ലാം സത്യമാണ്. ബൈബിൾ ദൈവനിശ്വാസീയമായതിനാലാണ് അതിലുള്ള ദൈവിക വെളിപ്പാടുകളായ സന്ദേശങ്ങൾ തെറ്റില്ലാത്തതും ഒരിക്കലും തെറ്റ് പറ്റുകയില്ലാത്തതും ആയിട്ടിരിക്കുന്നത്. ബൈബിൾ ഒരു ശാസ്ത്ര ചരിത്ര പാഠപുസ്തകമല്ല. എന്നാൽ ശാസ്ത്ര ചരിത്ര വിഷയങ്ങളെ സംബന്ധിച്ച് ബൈബിൾ നടത്തുന്ന പരാമർശങ്ങളെല്ലാം പൂർണ്ണമായും ശരിയാണ്. ബൈബിൾ സത്യങ്ങളോട് പൊരുത്തപ്പെടാത്ത എല്ലാത്തരം തത്വങ്ങളും തെറ്റാണെന്ന വസ്തുത ചരിത്രം തന്നെ തെളിയിച്ചിട്ടുമുണ്ട്. തെറ്റില്ലായ്മ ബൈബിളിൻ്റെ പ്രഥമ കയ്യെഴുത്ത് പ്രതിക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ. ബൈബിളിൻ്റെ പരിഭാഷകളും കോപ്പികളും മൂലരൂപത്തിലെ അർത്ഥത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നതിൻ്റെ അളവിന് അനുസരിച്ചു മാത്രമേ തെറ്റില്ലാത്തവയാകുന്നുള്ളൂ എന്ന് നാം ഗ്രഹിക്കണം. ബൈബിളിൻ്റെ പ്രഥമ കയ്യെഴുത്ത് പ്രതിയിൽ ഉണ്ടായിരുന്നതെല്ലാം ഇന്നത്തെ വിശ്വസ്തമായ പരിഭാഷകളിലും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലഭ്യമായ ബൈബിൾ അതിൻ്റെ ആദിമ രൂപത്തിൽ നിന്ന് അടിസ്ഥാനപരമായി ഒട്ടും വ്യത്യസ്തമല്ല. ബൈബിളിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ നിലനിർത്തുന്ന 10,000-കണക്കിന് വ്യത്യസ്ത കയ്യെഴുത്ത് പ്രതികളും പരിഭാഷകളും തെളിയിക്കുന്നത് അവയെല്ലാം തെറ്റില്ലാത്ത ഒരു പ്രഥമ കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്നതാണ്. പുതിയതായി പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളിൻ്റെ പുരാതന കയ്യെഴുത്ത് പ്രതികളും ഈ വസ്തുത തന്നെയാണ് തെളിയിക്കുന്നത്. ബൈബിളിൻ്റെ ആധികാരികത അതിൻ്റെ പ്രഥമ കൃതിയുടെ ഇന്നത്തെ ലഭ്യതയെ ആശ്രയിച്ചല്ല നിലകൊള്ളുന്നത്. കോപ്പികളുടെ കൃത്യതയിൽ ബൈബിളിനുള്ളത്ര കൃത്യതയും ആധികാരികതയും അവകാശപ്പെടാൻ കഴിയുന്ന മറ്റൊരു ഗ്രന്ഥവും ലോകത്തിലില്ല. മാത്രമല്ല, ലോകത്തിലെ പ്രധാന ഗ്രന്ഥങ്ങളുടെ ഒന്നും ആധികാരികത നിർണ്ണയിക്കപ്പെടുന്നത് അവയുടെ മൂലകൃതിയുടെ ലഭ്യതയുടെ അടിസ്ഥാനത്തിലുമല്ല. ബൈബിളിൻ്റെ ആദ്യ കയ്യെഴുത്ത് പ്രതികൾ ഇപ്പോൾ നിലവിലില്ല. തെറ്റൊന്നുമില്ലാതിരുന്ന ആദ്യ കയ്യെഴുത്ത് പ്രതികളോ ആദ്യ കയ്യെഴുത്ത് പ്രതികളുടെ തെറ്റില്ലാത്ത ഒരു കോപ്പിയോ നിലനിർത്താൻ ദൈവം തിരുമനസ്സായില്ല. ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സ്ഥാപിത താൽപ്പര്യക്കാർ അവയിൽ കൃത്രിമം ചെയ്ത് ദൈവവചനത്തിൽ മായം ചേർക്കാൻ സാധ്യതയുണ്ട് എന്ന് ദൈവം ചിന്തിച്ചിരിക്കാം. ബൈബിളിൻ്റെ തെറ്റില്ലാത്ത കോപ്പി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മനുഷ്യർ അതിനെ ആരാധിക്കുമായിരുന്നില്ലേ എന്നും ചിന്തിക്കേണ്ടതാണ്. ദൈവവചനം തലമുറയായി കൈമാറ്റം ചെയ്യാനും പ്രസംഗിക്കാനും ദൈവം ഉപയോഗിക്കുന്നത് അപൂർണരും തെറ്റുപറ്റാവുന്നവരുമായ മനുഷ്യരെയാണ് എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്ന് ബൈബിളിൻ്റെ അനേകം കോപ്പികൾ നിലവിലുള്ളതിനാൽ ആർക്കും കൃത്രിമം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. അതിനാൽ ഇപ്പോഴുള്ള വിശ്വസ്ത പരിഭാഷകളും കോപ്പികളും മൂലകൃതിയോട് വിശ്വസ്തത പുലർത്തുന്നവയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും പഴയ നിയമ പുസ്തകങ്ങളുടെ ഉള്ളടക്കം മുഴുവൻ തന്നെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. അങ്ങനെ പല രീതികളിലും ഇന്ന് ലഭ്യമായ ബൈബിളിൻ്റെ കോപ്പികൾ പൂർണ്ണവും ആധികാരികവുമാണ് എന്ന് ഉറപ്പാക്കാവുന്നതാണ്. ബൈബിൾ പൂർണ്ണമായും തെറ്റില്ലാത്തതാണെന്ന് യുക്തി ഉപയോഗിച്ച് പോലും മനസ്സിലാക്കുവാൻ കഴിയും. ദൈവമുണ്ട് എന്നത് തെളിവില്ലാതെ തന്നെ മനസ്സിലാക്കാവുന്ന വ്യക്തമായ വസ്തുതയാണ്. ദൈവമുള്ളതിനാൽ അത്ഭുതങ്ങൾ സാധ്യമാണ്. ബൈബിൾ ചരിത്ര സംബന്ധമായും വിശ്വാസ്യമായ ഒരു ഗ്രന്ഥമാണ്. ബൈബിളിൽ വിവരിക്കുന്ന അത്ഭുതങ്ങൾ യേശുവിൻ്റെ ദൈവത്വത്തിന് തെളിവാണ്. ദൈവമായ യേശു പഠിപ്പിക്കുന്നത് സത്യമാണ്. ബൈബിൾ സത്യമാണെന്നും ദൈവവചനമാണെന്നും യേശു പഠിപ്പിച്ചു. ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല. അതിനാൽ ബൈബിളിന് തെറ്റുപറ്റുന്നില്ല. ബൈബിൾ അനേക തവണ പകർത്തി എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ ആശയപരമായ തെറ്റൊന്നുമില്ല. മൂലകൃതിയും ആദ്യ കയ്യെഴുത്ത് പ്രതിയും തമ്മിലുള്ള സമയദൈർഘ്യക്കുറവ്, കയ്യെഴുത്ത് പ്രതികളുടെ ബാഹുല്യം, ചുരുങ്ങിയ കാലയളവിൽ മറ്റ് അനേകം ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടു എന്ന വസ്തുത, ആദിയായ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ മറ്റേത് പുരാതന ഗ്രന്ഥത്തെക്കാളും ആധികാരികത ബൈബിളിനുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതിനാൽ സത്യവിരുദ്ധ ശക്തികളുടെ പ്രചോദനമില്ലാതെ ബൈബിളിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധിക്കുന്നതല്ല. മനഃപൂർവമായ ഒരു ലക്ഷ്യത്തോടു കൂടിയല്ലാതെ
ആർക്കും ബൈബിളിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുവാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ബൈബിളിൻ്റെ ആധികാരികത മനുഷ്യരുടെ പാരമ്പര്യങ്ങളെക്കാളും അഭിപ്രായങ്ങളെക്കാളും തത്വചിന്തകളെക്കാളും എത്രയോ ഉന്നതമാണ്. അതിനാൽ ബൈബിൾ എന്ന ദൈവിക മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മറ്റ് എല്ലാത്തിനെയും നാം അളക്കേണ്ടത്. ബൈബിളിൽ തെറ്റുണ്ട് എന്ന വാദം അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്നും ദൈവവചനം സത്യമാണെന്നും ബൈബിൾ അവകാശപ്പെടുന്നു. അതിനാൽ ബൈബിളിൽ തെറ്റുണ്ടെന്ന വാദം ദൈവം നുണയനാണെന്ന് സ്ഥാപിക്കാനുള്ള സാത്താനീയ തന്ത്രമാണ്. എന്നാൽ ദൈവത്തിന് നുണ പറയാൻ സാധ്യമല്ലെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ബൈബിൾ ദൈവവചനമാണെങ്കിൽ അതിൽ തെറ്റുണ്ടാവുക അസാധ്യമാണ്. കാരണം ദൈവത്തിന് തെറ്റുപറ്റുക അസാധ്യമാണ്. ബൈബിളിൻ്റെ മൂലകൃതി ലഭ്യമല്ലാത്തതിനാൽ അതിൽ തെറ്റുണ്ടെന്ന വാദം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ബൈബിളിൽ തെറ്റുകളുണ്ടെന്ന് വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ ബൈബിൾ ദൈവത്തിൻ്റെ വചനമല്ല എന്നും ദൈവം നുണയനാണെന്നും വാദിക്കുന്നു. ബൈബിളിൻ്റെ പരിഭാഷകളിലും കോപ്പികളിലും ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ ബൈബിളിൻ്റെ പ്രഥമ കയ്യെഴുത്ത് പ്രതിയുടെ കൃത്യതയെയും തെറ്റില്ലായ്മയെയും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ബൈബിളിൻ്റെ ഇന്ന് ലഭ്യമായ ആയിരക്കണക്കിന് കോപ്പികൾ തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവ തമ്മിൽ കാണുന്ന വ്യത്യാസങ്ങളെയെല്ലാം മനഃപൂർവവും അനാവശ്യമായും തെറ്റുകളായി കണക്കാക്കുന്നത് കൊണ്ടാണ് ബൈബിളിൽ അനേകം തെറ്റുകളുണ്ടെന്ന് ചിലർ വാദിക്കുന്നത്. അവയിൽ ചിലത് ചില അക്ഷരപിശകുകളും വാക്കുകളുടെ ക്രമത്തിലുള്ള വ്യത്യാസവും മാത്രമാണ്. ആശയപരമായ തെറ്റുകളിലേക്ക് അവ ഒരു തരത്തിലും വ്യാപിക്കുന്നില്ല. അത്തരം 10 വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ബൈബിളിന് 5000-ലധികം കയ്യെഴുത്ത് പ്രതികൾ ഉള്ളതിനാൽ മൊത്തം വ്യത്യാസങ്ങൾ 50,000-ആയി കണക്കാക്കപ്പെടും. എന്നാൽ അതുവച്ച് ബൈബിളിൽ 50,000-ലധികം തെറ്റുകളുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവർ, അത്തരം തൽപര കക്ഷികൾ ബൈബിൾ സത്യങ്ങളെ ശത്രുതാപരമായും അന്ധമായും എതിർക്കുന്നവരാണ്. കോപ്പികളിലുള്ള ചില വ്യത്യസ്തതകൾ തെറ്റുകളാണെന്ന് വരുത്തി തീർക്കുവാൻ അവർ നടത്തുന്ന ശ്രമം മൂലം ബൈബിളിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ പോലും തെറ്റാണോ എന്ന സംശയം ചിലരിലെങ്കിലും ഉളവായേക്കാം. അതിനാൽ ദൈവവചനത്തെ സംശയിപ്പിക്കുവാൻ സാത്താൻ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ബൈബിളിൽ തെറ്റുണ്ടെന്ന ആരോപണങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. സത്യത്തോട് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരാരും ഇത്തരം തടസ്സങ്ങൾക്ക് ഇരയാവുകയില്ല. കാരണം അവർക്ക് ദൈവവചന സത്യത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിൽ നിന്നും ആന്തരിക ബോധം ലഭിക്കുന്നു. എന്നാൽ സത്യത്തോട് യഥാർത്ഥ സ്നേഹമില്ലാത്തവർ സത്യത്തിൽ അവിശ്വസിക്കുവാനുള്ള ന്യായീകരണമായി ഇത്തരം ആരോപണങ്ങളെ കണ്ടെത്തും എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ കോപ്പികളിലുള്ള ചില വ്യത്യസ്തതകൾ സംഭവിച്ചതിന് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം. അതായത് കള്ളവിശ്വാസികളുടെ തനിനിറം വെളിപ്പെടുത്തുവാനുള്ള ഒരു മാർഗമായിരിക്കാം ദൈവവചനമായ ബൈബിളിനോട് അവർക്കുള്ള മനോഭാവം. അതുമാത്രവുമല്ല, അത്തരം ചില ചെറിയ ക്രമക്കേടുകൾക്ക് ഊന്നൽ കൊടുക്കുന്നതിന് പകരം ബൈബിളിലൂടെ മൊത്തമായി ഉരുത്തിരിയുന്ന അടിസ്ഥാന സന്ദേശങ്ങൾക്കാണ് നാം ഊന്നൽ കൊടുക്കേണ്ടത്. അത്തരമൊരു സൂചനയാണ് ദൈവം ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് നൽകുന്നത്. ബൈബിളിൻ്റെ മൊത്തമായ ആശയ പശ്ചാത്തലത്തിൽ സത്യസന്ധമായി വിശകലനം ചെയ്താൽ വ്യക്തമാകാത്ത ഒരു കാര്യവും ബൈബിളിലില്ല. അതുമാത്രവുമല്ല, ബൈബിളിൻ്റെ പ്രധാന സന്ദേശങ്ങളെല്ലാം വളരെ വ്യക്തമായി ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബൈബിൾ കോപ്പികളിലുള്ള അല്ലെങ്കിൽ പരിഭാഷകളിലുള്ള ചില നിസ്സാരമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൈബിളിനെ മൊത്തം തെറ്റാണെന്ന് പറയുകയും അതിൻ്റെ ഉപദേശങ്ങളെ അവിശ്വസിക്കുകയും ചെയ്യുന്നത് വിമർശകരുടെ ഏറ്റവും ബോധപൂർവമായ ഒരു തെറ്റും അപകടവുമാണ്. അവർക്ക് തന്നെ അപകടം വരുത്തുന്ന, നിത്യരക്ഷയെ ഹനിക്കുന്ന ഒരു വലിയ അപകടമാണ് എന്നും അവർ തന്നെ മനസ്സിലാക്കണം. അതിനാൽ വിമർശകരുടെ വാദങ്ങൾ
തെറ്റായ മുൻവിധികൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അവർ തന്നെ പരിശ്രമിച്ചാൽ അത് അവർക്ക് തിരുത്തുവാൻ കഴിയും, സത്യം ഗ്രഹിക്കുവാൻ കഴിയും എന്നുള്ളതാണ് സത്യം.